നമസ്കാരം. നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിലായതിനാൽ തന്നെ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണമില്ലാതെ മുന്നോട്ട് പോവുക എന്നത് അസംഭവ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ധനം നേടുവാനുള്ള വഴികൾ തന്നെയാണ് ഏവരും അന്വേഷിക്കുക. എന്നാൽ ധന നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പണക്കാരനാകാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന സൂചനകളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. കുലദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ആ വീടുകളിൽ ഐശ്വര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ധനവരവിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ ധനം അവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് കുലദേവതയുടെ അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം, ധനം കടന്നു വരാൻ പോകുന്നതിന് മുൻപ് കാണാവുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ കുലദേവതയുടെ അനുഗ്രഹമുണ്ട്, ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം അല്ലെങ്കിൽ കുലദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. 3 പല്ലിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവി ആ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ പണത്തിന് ഒരിക്കലും അവർക്ക് മുട്ടുവരില്ല എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വീട്ടിലേക്ക് ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ പ്രധാനമായും പ്രധാന വാതിൽ, അടുക്കള, പൂജാമുറി എന്നിവയുമായി ബന്ധപ്പെട്ടും അതീവ ശ്രദ്ധ പുലർത്തണം. എപ്പോഴും വളരെയധികം വൃത്തിയോടെ തന്നെ ഈ ഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കൂടാതെ വടക്ക് കിഴക്ക് ദിശയ്ക്കും പ്രാധാന്യം നൽകണം. ഈശാനമൂലയാണ്. അതിനാൽ തന്നെ ഈ ദിശയ്ക്കും പ്രാധാന്യം നൽകി ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. റിപ്പീറ്റായി വരുന്ന നമ്പറുകൾ അടിക്കിടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പല ആവർത്തിയായി പല അവസരങ്ങളിലായി ഞാൻ ഈ പരാമർശിക്കുന്ന നമ്പറുകൾ കണ്ടുകൊണ്ടേയിരിക്കും. യാത്രയ്ക്കിടയിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ടിവിയിലോ ഇപ്രകാരം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പർ പല ആവർത്തിയായി കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ, തുടരെ കാണുന്നു എങ്കിൽ സൗഭാഗ്യം തൊട്ടരികിൽ എത്തിയിരിക്കുന്നു എന്നും അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കേണ്ട സമയത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്നും അർത്ഥമാക്കാം. നമ്പറുകൾ 12, 12 ആണ്. കൂടാതെ 11, 11 എന്ന നമ്പർ കാണുകയാണ് എങ്കിലും വളരെ വിശേഷമാണ്. ഐശ്വര്യം നിങ്ങളുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങളിലേക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ തുളസിത്തറയിൽ പ്രത്യേകിച്ചും പല്ലിയെ കാണുന്നു എങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ പ്രധാനമായും തുളസിക്കരികിലായി ഇപ്രകാരം പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ ഏറ്റവും വിശേഷം. അതല്ല, മറ്റ് അവസരങ്ങളിൽ കാണുകയാണ് എങ്കിലും അത് ലക്ഷ്മി നാരായണ കടാക്ഷമായി തന്നെ അർത്ഥമാക്കാം. അതായത് ആ വീടുകളിൽ അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്നും അത് ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തീർച്ചയായും അതൊരു ശുഭ സൂചകം തന്നെയാണ്. കാക്ക പറമ്പിൽ കുഴി കുഴിക്കുന്നതായി കാണുകയാണ്. അപ്രകാരം കാണുന്നു എങ്കിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നർത്ഥമാക്കാം. ഇത്തരത്തിൽ പല ആവർത്തിയായി കാണുന്നതും ശുഭകമാണ്. ഇനി ഒരിക്കലാണ് കാണുന്നത് എങ്കിൽ പോലും നിധി പോലും ലഭിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അത്രമേൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ശുഭ സൂചകമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ്. കൂടാതെ കാക്ക ചില കാര്യങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന്
നിങ്ങളുടെ വീട്ടിൽ ഇടുകയാണ് എങ്കിൽ അതും ഐശ്വര്യവർദ്ധനവിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക കൊത്തിക്കൊണ്ടുവന്നിടുന്നതും ധാന്യങ്ങൾ, മണ്ണ്, കമ്പുകൾ ഇവയെല്ലാം കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ ശുഭകരമായ ലക്ഷണമാണ്. പൂക്കളാണ് എങ്കിൽ പോലും അത് വിശേഷമായി കണക്കാക്കുന്നതുമാണ്. ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം. കൂടാതെ ഈശ്വര സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെയും ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിലാണ് നിങ്ങൾ വസിക്കുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിനാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ, അത് നിത്യവും ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ്. നല്ല കാലം എന്ന് പറയുമ്പോൾ മനസമാധാനം വർദ്ധിക്കുന്നതാകാം, അവസരങ്ങൾ കടന്നു വരുന്നതാകാം, ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതാകാം, ധന നേട്ടങ്ങളാകാം, ആരോഗ്യപരമായ ഉയർച്ചയാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് നല്ല കാലമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈശ്വരശക്തി നിങ്ങളോടൊപ്പമുണ്ട് എന്നും അവർ നിങ്ങളെ തൊട്ടുണർത്തുന്നതായി അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായും കണക്കാക്കുവാൻ സാധിക്കും. ഏവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ഭാഗ്യമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഏവർക്കും ഇപ്രകാരം ലഭിക്കണം എന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. സ്വപ്നം കാണുന്നു എങ്കിൽ അതും മഹാഭാഗ്യമാണ്. അതായത് ചില സ്വപ്നങ്ങൾ നാം ഏവരും മറന്നുപോയി എന്ന് വരാം, എന്നാൽ ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. പ്രത്യേകിച്ചും ഈശ്വര ദർശനം, അതായത് ഇഷ്ടദേവത, കുലദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന സൂചനയാണ്. അതോടൊപ്പം പിതൃക്കൾ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുകയാണ് എങ്കിലും ശുഭകരമാണ്. കൂടാതെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും വാങ്ങുന്നതായി പിതൃക്കൾ വാങ്ങുന്നതായി കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ദുരിതം അവസാനിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പിതൃക്കൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നും അർത്ഥമാക്കാം. അതിനാൽ ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ ശുഭകരമായ സ്വപ്നങ്ങൾ പുറമെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലം നഷ്ടമാകാം, നടക്കേണ്ടതായ കാര്യമാകാം, നടക്കാത്തതായ അവസ്ഥ വന്നു ചേരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ പോണം. അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യമാണ്. അത് നിങ്ങൾ പുറമെ പറയേണ്ടതായിട്ടില്ല എന്ന കാര്യം ഓർക്കണം. കൂടാതെ പ്രത്യേകിച്ചും കാക്ക നിങ്ങൾ നൽകുന്നതായ ഭക്ഷണം സ്വീകരിക്കുകയാണ് എങ്കിൽ അതും ശുഭലക്ഷണമാണ്. നിത്യവും സ്വീകരിക്കുന്നു എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. കൂടാതെ കാക്ക വാസ്തുപ്രകാരം നോക്കുമ്പോൾ പ്രധാന വാതിലിന് നേരെയായി ഏതെങ്കിലും മുൻപ് പരാമർശിച്ച വസ്തുക്കൾ, മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, പുഷ്പങ്ങൾ, കമ്പ്, മണ്ണ് എന്നിവ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അതും സൗഭാഗ്യത്തിന്റെ സൂചന തന്നെയാണ്. ഇനി പരാമർശിക്കാൻ പോകുന്ന ലക്ഷണം നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ എന്ന് നോക്കുക. ക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി മടങ്ങി വരുന്ന അവസരത്തിലോ മറ്റ് സാഹചര്യങ്ങളിലോ പുഷ്പങ്ങൾ നിങ്ങളുടെ ദേഹത്തേക്ക് വീഴുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആലില പൊഴിഞ്ഞ ദേഹത്ത് വീഴുകയാണ് എങ്കിൽ അത് നല്ല കാലം ആരംഭിക്കുന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുക, മനസ്സിനെ ശാന്തി, സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതിന്റെ, ധനം വന്നു ചേരുന്നതിന്റെ സൂചനയായി കണക്കാക്കാം. നിങ്ങൾ ഈശ്വരാധീനം നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ഗുണകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.